ഒന്നാമത്തെ കഥ ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിച്ച കഥയാണ്. ഈ രണ്ട് കഥകൾ പറയുന്നത് ഈ സദസ്സിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ബറക്കത്തുണ്ടാവുന്നതിന് വേണ്ടിയും, രണ്ടാമത് എൻ്റെയും നിങ്ങളുടെയും കൽബിൽ നമ്മൾ അറിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിക്കൂടുന്നതിനും വേണ്ടിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കഥ രണ്ട് തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് അല്പം ഭക്ഷണവുമായി പള്ളിയിലേക്ക് അങ്ങോട്ട് ചെന്നതും, രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമാണ്. രണ്ടാമത്തെ താരീഖാണ് ഞാൻ പറയുന്നത്. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുർദ ബൈത്തിന് മുഹമ്മദ് അഖ്തർ റളാഖാൻ എഴുതിയ അൽ വർദ എന്ന ഒരു ശറഹുണ്ട്. ആ ശറഹിലാണ് ഞാൻ ഈ പറയുന്ന താരീഖ് കാണാൻ കഴിയുക. മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി, ഇവിടെ എന്തേലും ഭക്ഷണമായിട്ടുള്ള ഉണ്ടോ, നബി തങ്ങളൊന്ന് വിളിക്കാൻ? ഭാര്യ പറഞ്ഞു, ഇവിടെ കൂട്ടിൽ ഒരാട്ടിൻകുട്ടിയും അല്പം ഗോതമ്പ് മാവുമുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാനും ആടിൻകുട്ടിയെ അറുത്ത് കുറുമയുണ്ടാക്കാനും തീരുമാനിച്ചു. കുറുമ എന്നുള്ള പേരൊക്കെ ഞാൻ പറഞ്ഞതാണ്. അന്ന് കുറുമ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. കഥ പറയുമ്പോഴുള്ള ചൊർക്ക്, അതാണ് ഈ കുറുമ എന്നൊക്കെ പറയണത്. കുറുമ ഉണ്ടാക്കാനും തീരുമാനിച്ചു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ആടിനെ കറുത്ത് തോലൊക്കെ പൊളിച്ച് കഷ്ണൊക്കെ വെട്ടി ഭാര്യൻ്റെ അടുത്ത് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് ഗോതമ്പ് മാവ് കൊഴിച്ച് റൊട്ടി ചുടാൻ വേണ്ടി തുടങ്ങി. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോയി നബി തങ്ങളോട് പറഞ്ഞു, പുന്നാര നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളുകളും ഒന്ന് വീട്ടിൽ വരണം, അല്പം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വഴിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. എവിടേക്കാ നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ജാബിറിൻ്റെ വീട്ടിലൊരു സൽക്കാരം ഉണ്ട്, അങ്ങോട്ടാണ് പറഞ്ഞു. ആയിക്കോട്ടെ, സൽക്കാരത്തിനൊക്കെ പോയിക്കോളി, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പറഞ്ഞു. എന്താ നിബന്ധന എന്ന് ചോദിച്ചു. ജാബിറിന് 2 ആൺകുട്ടികളുണ്ട്, ഓലപ്പം ഭക്ഷണം കഴിച്ചാൽ മതി, ഒറ്റക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കൊരു സംഭവം ഉണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്നത് രണ്ടാമത്തെ കുട്ടി കണ്ടു. കാലൊക്കെ കൂട്ടി കെട്ടിയിട്ട് ആടിനെ അറുത്തു. മൂത്ത കുട്ടി കളിക്കാൻ പോയതായിരുന്നു. ഇക്കാക്ക കളി കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാമത്തവൻ ചോദിച്ചു, ഇക്കാക്ക, വാപ്പ എങ്ങനെയാ ആടിനറുത്തതെന്ന് ഈ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഞാൻ കണ്ടു, എനിക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ മൂത്ത കുട്ടിയെയും കൂട്ടി വീടിൻ്റെ മുകളിലേക്ക് പോയി. മുകൾ എന്നുള്ളതിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തട്ടിൻ്റെ മേലേക്ക് നർത്തം വെക്കുക. അന്ന് തട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നേരത്തെ മാതിരിയാണ് ആ സംഭവം. ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനൊക്കെ തട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് താരീഖിലുള്ളത്. അപ്പോൾ തട്ടുണ്ട്, പക്ഷെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിനുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് മുകൾ എന്നതിന് തൽക്കാലം നമ്മൾ തട്ടിൻ്റെ മേലേക്ക് നർത്തം വെക്കുക. തട്ടിൻ്റെ മേലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വാപ്പ ആടിനറുക്കാൻ വേണ്ടി ചെയ്ത പോലെ കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് വാപ്പ ആടിനറുത്ത കത്തി എടുത്തിട്ടാണ്ട് മുറിച്ചു കൗത്തില്. എന്നിട്ട് ഇങ്ങനെ ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, വാപ്പ ആടിനറുത്തതുപോലെ ഞാൻ ഇക്കാക്കാൻ അറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇമ്മാണ്ട് ബേജാറായി. ബേജാറ് കണ്ടപ്പോ ഓന് തോന്നി എൻ്റെ അടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അതുവരെ വിചാരിച്ച് സംഗതി ഉഷാറായിരുന്നിരുന്നു. അറക്കുമ്പോഴൊക്കെ സംഗതി വളരെ ഉഷാറാന്നാ വിചാരിച്ചത്.
ഇമ്മാന്റെ ബേജാറ് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിൽ മൂപ്പർ എന്ത് ചെയ്തു വെച്ചാൽ തട്ടിൻ്റെ മേലെന്ന് താഴത്തേക്ക് ചാടിയിട്ടാണ് മരിച്ചു. ഉമ്മ ഇങ്ങനെ ആലോചിച്ചു, എന്താ പഠിച്ചോനെ ഞാൻ കാട്ടുക, ആകെ 2 കുട്ടികളുള്ളത്, 2 മരിച്ചു. അതുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനാലൊരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ച് 2 മക്കളെയും ബെഡ്റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി മുകളിൽ പുതപ്പിട്ട് മൂടി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. കൂടെ 1-2 സ്വഹാബികളുണ്ട്. വീട്ടിൽ വന്നു കയറിയിരുന്നു, സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, സംഗതി ഇപ്പോൾ കുട്ടികളെവിടെയെന്ന്. അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല പമ്പറന്നോളെ കുട്ടികളെവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഓല അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ചത് ഔത്ത റൂമിൽ എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് എന്ന് പറയുമ്പോൾ പുറത്ത് കളിക്കേക്കാരം എന്നാണ് കരുതിയത്. അങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞതും. ജാബിർ റളിയല്ലാഹു അൻഹു നബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. സുപ്ര വിരിച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, നബി തങ്ങൾ കഴിക്കണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സമയം കഴിഞ്ഞ് നബി കഴിച്ചില്ലെങ്കിൽ സഹാബത്തും കഴിക്കൂല. അങ്ങനെയാണ് അവർ ഭക്ഷണത്തിൽ വലിയ മര്യാദ പാലിച്ചിരുന്നവരായിരുന്നു എന്നാണ് സഹാബത്ത്. നമ്മൾ നബി കഴിക്കണില്ലെങ്കിൽ തുടങ്ങല്ലേ എന്ന് ചോദിക്കും, സഹാബത്ത് അങ്ങനെയും ചോദിക്കൂല. അങ്ങനെയാണ്. നമുക്ക് ഇരുന്നാൽ പിന്നെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ നല്ല അച്ചടക്കത്തിനുള്ള സദസ്സ്, നല്ല അച്ചടക്കം, എല്ലാ മര്യാദയും പോകുന്നതാണ് മനുഷ്യൻ്റെ തിന്നാൻ കണ്ടാൽ. മര്യാദ ഏറ്റവും കൂടുതലുള്ളത് ഭക്ഷണം കഴിക്കാനാണ്. എല്ലാ മര്യാദയും പോവുക ഭക്ഷണം കണ്ടാലാണ്. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ നല്ല ഒതുങ്ങി അടങ്ങി, ചെറിയ കുറഞ്ഞ ആൾക്കാർ മൊബൈലുമോ കളിക്കുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഇങ്ങനെ ഉഷാറിലിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ 6 റോട്ട് ബിസ്ക്കറ്റിൻ്റെ ഓരോ പൊട്ട് ഇപ്പാണ് വിതരണം ചെയ്താൽ എല്ലാം മര്യാദയാണ് പോകും. തിന്നാൻ കണ്ട അങ്ങനെ ഇരിക്കാനാണ് നമ്മൾ. പക്ഷെ സഹാബത്ത് അടങ്ങിയിരുന്നു, ഓല് കഴിച്ചില്ല, തൊട്ടതുമില്ല, തുടങ്ങല്ലേ എന്ന് ചോദിച്ചതുമില്ല, അങ്ങനെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി നമ്മുടെ മക്കളെവിടെ എന്ന് ചോദിച്ചപ്പോൾ പഴയ മറുപടി തന്നെ പറഞ്ഞു, അവർ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ പുറത്ത് കളിക്കാണ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഭക്ഷണം കുട്ടികളൊപ്പം അല്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിക്കാത്തതിൻ്റെ കാരണം. പക്ഷെ വേറെ ആർക്കും അറിയില്ല എന്താ കഴിക്കാത്തത് എന്ന്. നബി തങ്ങൾ അതാ കഴിക്കാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സമയം കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു, ജാബിറെ മക്കളെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, നബി തങ്ങൾ 3 തവണയായി ചോദിക്കുന്നു മക്കളെവിടെയെന്ന്, നമ്മളെ കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഇഞ്ഞ് ശരി പറയാതെ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഉണ്ടായ വിഷയം അതുപോലെയാണ് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കി ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ 2 പേരും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ജാബിറെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറയേണ്ട താമസം ബെഡ്റൂമിൽ പുതപ്പിന്റെ അടിയിൽ കിടന്നിരുന്ന 2 കുട്ടികൾ എഴുന്നേറ്റ് വരുന്നതാണ് ഒന്നാമത്തെ താരീഖ്. ബുർദ ബൈത്തിന്റെ ഷറഹില് മുഹമ്മദ് അഖ്തർ റളാഹാനി താരീഖ് പറഞ്ഞിട്ടുണ്ട്. ഷറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും
ആയി വിശുദ്ധ ഹബീബിങ്കൽ. വിടൽ മൊയ്തുക്കാൻ്റെ പാട്ടാണ്. ബാക്കി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ഏതായാലും നമ്മൾ കളിക്കുമല്ലോ, അപ്പോൾ വിടൽ മൊയ്തു എന്നടിച്ചാൽ ബാക്കി കിട്ടും. എന്തായാലും മൊബൈലുമോ കളിക്കുമ്പോൾ നല്ല കളി കളിച്ചൂടെ നമുക്ക്? ഏതായാലും അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം. 2 വരി മദ്ഹുൻ നബി എല്ലാവരും പഠിച്ചു വെക്കണം. വെറുതെ ഈ ആണുങ്ങൾ വയന്നാൽ പാട്ട് പാടുന്നതാണ്. അപ്പം നല്ല പാട്ട് പഠിച്ചില്ലെങ്കിൽ ആകാത്ത പാടും. അപ്പോൾ അത് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വരി 2 വരി എല്ലാവരും പഠിക്കണത് നല്ലതാണ്. ഒരു 2 വരിയാണെങ്കിൽ ഇപ്പം പഠിക്കുക. എന്തായാലും കുട്ടികൾക്കുള്ള ക്ലാസ് അതിനനുസരിച്ചുള്ള ചില പരിപാടിയൊക്കെ ഉണ്ടായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവുകയും ചെയ്യും. 2 വരി ആദ്യം ഞാൻ പാട്ട് പറയാം, പിന്നെ നമുക്ക് പാടാം, ഒന്നിച്ച് പാടാം. ആദ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. മണ്ണിലെ നല്ലൊരു നാട്ടിലെ, ഒന്നാമത്തെ വരി. മണ്ണിലെ നല്ലൊരു നാട്ടില്, മട്ടത്തിൽ കെട്ടിയ വീട്ടില്, അതാണ് 2ാമത്തെ വരി. മന്നാന്റെ ദൂതർ മുഹമ്മദ്, അതാണ് 3ാമത്തെ വരി. മാണിക്കക്കല്ലായി പിറന്നത് എന്നാണ് 4ാമത്തെ വരി. ഇനി പാടട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. മണ്ണിലെ നല്ലൊരു നാട്ടില്, മട്ടത്തിൽ കെട്ടിയ വീട്ടില്, മന്നാന്റെ ദൂതർ മുഹമ്മദ്, മാണിക്കക്കല്ലായി പിറന്നത്. എല്ലാവരും ഒപ്പം പാടണം കേട്ടോ. പ്രത്യേകിച്ച് ആ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് പാടിയാലോ ഒന്ന് സജീവത കിട്ടും, ഒരു ഉഷാർ കിട്ടും. മണ്ണിലെ നല്ലൊരു നാട്ടില്, മട്ടത്തിൽ കെട്ടിയ വീട്ടില്, മന്നാന്റെ ദൂതർ മുഹമ്മദ്, മാണിക്കക്കല്ലായി പിറന്നത്. എപ്പോഴും 2 വരി നല്ല പാട്ട് പഠിച്ചു വെക്കണം. നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പാടാൻ വേണ്ടി പറ്റും. വണ്ടിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വേറെ ഒന്നും നടക്കൂല, പാട്ടേ നടക്കുള്ളൂ. അപ്പോൾ നല്ല പാട്ട് ഇങ്ങനെ പാടാം. പാട്ടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതായിരിക്കണം എന്നതേ ഉള്ളൂ. മോശമായാൽ പാട്ടല്ലെങ്കിലും പ്രശ്നം തന്നെയാണ്, പാട്ടായാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നല്ലതായിരിക്കണം. അപ്പോൾ ബാക്കി കിട്ടണമെങ്കിൽ വിടൽ മൊയ്തുക്കാൻ്റെ ഇനിയൊരു കാര്യം കൂടിയും പറയാനുണ്ട്, ഒരു താരീഖ് കൂടി. അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ പാലിച്ചാൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് വലിയ ദറജയുള്ള ആൾക്കാരായിരിക്കും. 1, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും നഖം മുറിക്കണം. ഒരു ചെറിയൊരു ആക്ടിവിറ്റി, കാര്യമായിട്ടൊന്നുമില്ല. അവനാൻ്റെ നഖത്തുമ്മക്ക് എല്ലാവരും നോക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഷറായിട്ടുണ്ട് എന്ന് പറയാം. മുറിച്ചിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച എന്തായാലും മുറിക്കും എന്ന് പറയാം. ചെറിയ ആക്ടിവിറ്റിയാണ്, പക്ഷെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ നോക്കുമ്പോൾ ഈ ചെയ്ത്താന്മാരാണ് വല്ലാതെ നഖം വളർത്തൽ, അല്ലാതെ മനുഷ്യന്മാരല്ല. മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയിപ്പോൾ കാലുമത്തെ നോക്കാൻ ഞാൻ പറയണില്ല, അത് ദോറുസ്കരിക്കുമ്പോൾ റുക്കൂക്ക് പോകുമ്പോൾ അവനാൻ്റെ കാലുമക്ക് നോക്കിയാൽ മതി. നഖം വളർത്തുന്ന ആൾക്കാർക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവാൻ അത് കാരണമാവുന്നതാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് 1ാമത്തെ കാര്യം എല്ലാവരും നഖം മുറിക്കണം ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം ഇടക്കിടക്ക് ചെരുപ്പൊന്ന് തേച്ചേക്കണം എല്ലാവരും. അവനായിട്ട് ചെരുപ്പൊന്ന് നോക്കാണി, അല്ല വലപ്പം നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി, ഒന്ന് നോക്കാണി. ചെരുപ്പ് വൃത്തിയില്ലെങ്കിൽ ആൾ വൃത്തി ഉണ്ടാവില്ല എന്നാണ്. വൃത്തിയുള്ള മനുഷ്യന്റെ ചെരുപ്പ് വൃത്തി ഉണ്ടായിരിക്കും എന്നതാണ്. എന്നും കഴുകണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലല്ലോ. ഒരു 1.5 സോപ്പിട്ടിട്ട് ചെരുപ്പൊന്നെല്ലാവരും കഴുകണം. അപ്പം നല്ല കുട്ടികളാവും. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, എല്ലാ വിഷയങ്ങൾക്കും വലത്തേതിനെ മുന്തിക്കണം, ഇടത്തേതിനെ മുന്തിക്കൽ ശറഅക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരിക, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുക, ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുക, ബാത്റൂമിലേക്ക് കയറുക തുടങ്ങിയ ഇടത്തുകാലിനെ ശറഅക്കപ്പെട്ട വിഷയങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം. 4ാമത്തെ കാര്യം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നതുപോലെ നടക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നതുപോലെ ഇരിക്കണം. നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം. ഇന്നമാ കാന യതബസ്സമു വലാ യുറാ ളിറാസുഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നും ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ്. ചിരി 3 തരത്തിലുണ്ട് എന്നാണ്. നമ്മളെ SV മുഹമ്മദ് അലി സാറുടെ
സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൂന്നൊന്നല്ല കുറേ പറയുന്നുണ്ട്. അതിൽ ചിലതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പുസ്തകം എഴുതുമ്പോൾ ആവശ്യമുണ്ട്. ആവശ്യമുള്ളത് മൂന്നെണ്ണാണ്. ഒന്ന് ലഹക്ക് എന്ന ചിരിയാണ്, രണ്ട് തബസ്സും എന്ന ചിരിയാണ്, മൂന്നാമത്തേത് ത്വലാഖത്തുൽ വജ്ഹ് എന്ന ചിരിയാണ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രസന്നത എന്ന് പരിഭാഷപ്പെടുത്താം. തബസ്സും എന്നതിന് മലയാളത്തിൽ പുഞ്ചിരി എന്ന് പരിഭാഷപ്പെടുത്താം. ലഹക്ക് എന്നതിന് മലയാളത്തിൽ ചിരി എന്നും പരിഭാഷപ്പെടുത്താം. എസ് വി മുഹമ്മദ് സാറ് വേറെയും ചിരി പറയുന്നുണ്ട്. സൈക്കിൾ വന്ന് വീണ ചിരി, മാങ്ങാച്ചിരി, പുളിങ്ങാച്ചിരി, സംഘാടകന്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട്. സംഘാടകന്റെ ചിരി പറഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞു സൂപ്പറായാൽ, ഇപ്പം ഈ പരിപാടി കഴിഞ്ഞാൽ ഓപ്പിക്കൊക്കെ ഉണ്ടാവും ഒരു ചിരി, അതാണ് സംഘാടകന്റെ ചിരി. സംഗതി ഭക്ഷണം തികയോ എന്നുള്ളൊരു ബേജാറുണ്ടെങ്കിലും ചിരിക്കൊരു കുറവുണ്ടാവില്ല, അതാണ് സംഘാടകന്റെ ചിരി എന്നുള്ളത്. കാരണം സീറ്റ് മുഴുവൻ ഫുള്ളായിട്ടുണ്ട്, രജിസ്ട്രേഷൻ എപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരിക്കൂലേ ആരായാലും. അതാണ് സംഘാടകന്റെ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട്, 2 ദിവസം ഉറങ്ങിയിട്ടില്ല വെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി ഇങ്ങനെ വരും. അതിനാണ് സംഘാടകന്റെ ചിരി എന്ന് പറയാം. സൈക്കിൾ മെന്ന് വീണ ചിരി എന്ന് പറഞ്ഞാൽ എരപ്പായിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഉള്ളിലൊരു ചിരി ഉണ്ടാവും, അതാണ് സൈക്കിൾ മെന്ന് വീണ ചിരി പറഞ്ഞത്. പ്രധാന ചിരികൾ 3 എണ്ണമാണ്. ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരിക്കലല്ല, മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവമുണ്ടാകുന്നതാണ് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തബസ്സുമാണ്. തബസ്സു എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കലാണ്. മൂന്നാമത്തത് ലഹക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഞ്ചിരി. ലഹക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലാണ്. ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. ഇത് രണ്ടുമില്ലാത്ത ചിരിക്കാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി അങ്ങനെയായിരുന്നു. ഇന്നമാ കാന യതബസ്സമു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംഗതികളാണ്. കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഒതുണ്ടാക്കണം. ഉറങ്ങുമ്പോൾ എല്ലാവരും ഒരു ഒതുകൂടെ കൂടെ ഉറങ്ങുകയാണെങ്കിൽ, അഥവാ ഉറക്കത്തിൽ മരിച്ചാൽ ഒതുകൂടെ മരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു നിയമത്ത്. കിടന്നുറങ്ങുമ്പോൾ ഒതുണ്ടാക്കുന്ന ആളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഒഴിവ് ദിവസങ്ങളിൽ കുടുംബ സന്ദർശനം നടത്തുക. ചങ്ങായിമാരൊക്കെ ഇപ്പോൾ കുറച്ച് സമയം ചെലവാക്കുക. ഒഴിവു ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കുക. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മിസ്വാക്ക് ചെയ്യുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. മുടി ഒന്നുകിൽ നല്ല നിലക്ക് വെട്ടി ചെറുതാക്കുക, വളർത്തുകയാണെങ്കിൽ കോലത്തിൽ വളർത്തുക. ഒന്നുകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു. അങ്ങനെ ചെയ്താൽ അതൊരു മോഡലായിക്കോളും. 4 ആളും ചെയ്താൽ എല്ലാവരും കളയിൽ തുടങ്ങും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരങ്ങത്തിൽ വളർത്തുക. എന്താ വളർത്തുക നേരങ്ങത്തിൽ പറഞ്ഞാൽ, ഇവിടെ മാത്രം കളയരുത്, അത് ക്രോപ്പാണ്, ഹറാമാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമാണ്, ക്രോപ്പാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമായ ക്രോപ്പാണ്. പിന്നെന്ത് വേണം? ഒന്നിച്ച് വളർത്തിയിട്ട് ഒന്നുകിൽ ചെവിയുടെ നേരെ വെട്ടുക, അല്ലെങ്കിൽ ചുമല് വരേക്കും നീട്ടാവുന്നതാണ്. അതിൻ്റെ താഴത്തേക്ക് നീളാൻ പാടില്ല. വളർത്തുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ വളർത്തുക, അല്ലെങ്കിലോ മുടി മുഴുവനായിട്ടും ഒന്നുകിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുഴുവനായിട്ടും മുണ്ടനം ചെയ്യുക. മനുഷ്യൻ്റെ കോലം, മനുഷ്യൻ്റെ രീതി, അവൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെ ഇക്കാരം. നിന്റെ കോലം കണ്ടാൽ, ഓരോ മനുഷ്യന്മാരെയും കോലവും രൂപവും കണ്ടാൽ അവരെങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് കുറേ ആൾക്കാരിന്ന് മുടിക്ക് ബാധത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, വളർത്തുകയാണെങ്കിൽ വളർത്തേണ്ട കോലത്തിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ വെട്ടിച്ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് വടിച്ചു കളയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. എപ്പോഴും
നമ്മൾ ധരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പരമാവധി ജമാഅത്തിന് പള്ളിയിലെത്തിച്ചേരുക. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക. അറിഞ്ഞോ അറിയാതെയോ തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. അറിഞ്ഞുപയോഗിക്കരുത്, അറിയാതെയും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, തമാശക്ക് വേണ്ടി ഉപയോഗിക്കരുത്. പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, പണ്ടൊക്കെ ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ കുറെ കുടിച്ചിട്ട് റോട്ടുമുക്കൂടി ഇങ്ങനെ WW എന്ന് പറഞ്ഞാലേ കള്ളുടിയനാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം. പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 63 കൊല്ലക്കാലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്ര വിരിച്ച് കുറെ ആളുകൾ ഇരിക്കുന്നതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കണം. ഓരോ വിഷയവും നബിതങ്ങളിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ബന്ധപ്പെട്ടു വരുന്നു എന്നതിനനുസരിച്ചാണ് ബറക്കത്ത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കഥ ബറക്കത്തിനെ കുറിച്ചുള്ളൊരു കഥയാണ്. അത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖാണ്. പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. മുത്തുനബി ജനിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ തീ ആരാധകരാണ്. വലിയൊരു കുഴി, ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും. അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ. അവിടെയാണ് സൽമാൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത്. രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി. അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു. ഇസ്ലാമിൽ ആകൃഷ്ടനായി. അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു. ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു. അങ്ങനെ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെത്തി. പഴയകാലത്തെ കുറെ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു. ഒരു വലിയ പണ്ഡിതന് ഖിദ്മത്തെടുത്തു. അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരിച്ചു. മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരണപ്പെട്ടു. ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. മക്കയിലേക്കുള്ള യാത്രാമധ്യേ സൽമാനെ ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു. ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത്. അങ്ങനെ കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻ നബിതങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനന് ദേഷ്യമായി. രാത്രി പോലും ജോലിയായി, ഭക്ഷണം കൊടുക്കാതെയായി. വല്ലാതെ അടങ്ങാറായപ്പോ ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത്. നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ, ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട്. എനിക്കൊന്ന് അടിമത്വമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും കൂടി സൽമാന്റെ യജമാനനോട് സൽമാനെ വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി പോയി. യജമാനന്റെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വിൽക്കൊക്കെ ചെയ്യാ,
പക്ഷെ വില ലേശം കൂടും എന്ന് പറഞ്ഞു. എന്താ വില എന്ന് ചോദിച്ചു. മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ 300 ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിക്കണം. അതിന് വെള്ളം നൽകി, അതിന് വളം നൽകി, അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് 300 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു. ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു. സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോരുത്തരും സംഭാവന ചെയ്തു. സൽമാനോട് പറഞ്ഞു 300 കൊയ്യുത്താൻ പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു 300 കൊയ്യുത്തി. നബി തങ്ങൾ ഈത്തപ്പന മരവുമായി ചെന്നു. ബിസ്മിയല്ലി ഓരോന്നും കുഴിച്ചിട്ടു. വെള്ളം നനക്കാൻ പറഞ്ഞു. വേഗത്തിൽ വളർന്നു വന്നു. 299 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു വേഗത്തിൽ. പക്ഷേ ഒന്ന് മാത്രം കായ്ക്കാതിരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്ന് പറഞ്ഞു, നബിയെ എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞു. 299 എണ്ണം കായ്ച്ചു, ഒന്ന് മാത്രം കായ്ച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വിഷയം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇങ്ങളിങ്ങനെ ഒരു തലക്കെന്ന് ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പന മരം പറിച്ചിട്ട് ബിസ്മി ചൊല്ലി ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് ലേശം വെള്ളം നനക്കാൻ പറഞ്ഞു. കുറഞ്ഞ കാലം കൊണ്ട് 300ാമത്തെ ഈത്തപ്പന മരവും കായ്ച്ച് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സ്വതന്ത്രനായി സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 200 വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ടെന്നാണ്. 2 അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത്. ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയുമായിരുന്നു. വെറുത്ത അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ഓരോ മുഹാജിരിങ്ങളെ ഓരോ അൻസാരിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഉള്ളേന്ന് കൊടുക്കുക എന്നതായിരുന്നു പരിപാടി. അങ്ങനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിരിങ്ങളിൽപ്പെട്ട ഓരോ ആളുകളെ അൻസാരികളായ ആളുകൾക്ക് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പെരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒരുപാട് അത്ഭുതങ്ങളാണ്. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹം നടന്നതിന് ശേഷം നബി തങ്ങളുടെ കച്ചവടം വല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. കുറച്ചു കാലം അല്ലറ ചില്ലറ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടക്കാരനായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവടം? തുണിഷാപ്പാണ്. തുണി വ്യാപാരിയായിരുന്നു. മൂപ്പരെ വാപ്പാക്ക് ജ്വല്ലറിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫ എന്നാണ്. ഒറിജിനൽ പേര് ഉസ്മാനാണ്. അറിയപ്പെടുന്ന പേരാണ് അബൂ ഖുഹാഫ. മൂപ്പരെ ഒറിജിനൽ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ എന്നവർക്ക് ജ്വല്ലറിയാണ് പറഞ്ഞാൽ ഇന്നത്തെ മാതിരത്തെ ജ്വല്ലറി അല്ല. അന്നത്തെ ജ്വല്ലറി ഒരു വ്യത്യാസമുണ്ട്. പടച്ചോന്മാരുണ്ടാക്കി വെക്കുക. സ്വർണം കൊണ്ടുള്ള പടച്ചോന്, വെള്ളി കൊണ്ടുള്ള പടച്ചോന്, പഞ്ചലോഹങ്ങളെ കൊണ്ട് നിർമ്മിച്ച പടച്ചോന്മാർ, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പടച്ചോന്മാരുണ്ടാക്കിയിട്ട് വിൽക്കുന്ന കച്ചവടമാണ്. അതാണ് അന്നത്തെ ജ്വല്ലറി. ലോഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളായിരുന്നു മഹാനായ. അപ്പോൾ 2 കച്ചവടമായി. ഇന്നത്തെ ഏറ്റവും വലിയ 2 കച്ചവടമാണ്. ഒന്ന് ജ്വല്ലറിയും ഒന്ന് തുണിഷാപ്പും. വാപ്പാക്ക് ജ്വല്ലറിയാണ്, മകന് തുണിഷാപ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തുണി വ്യാപാരമാണ്. ഖിലാഫത്ത് ഏറ്റെടുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മൂപ്പരെ തുണിക്കെട്ടൊക്കെ എടുത്തുങ്ങാണ്ട് കച്ചവടത്തിന് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അല്ല, എവിടേക്കാപ്പം നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഈ ആദ്യം കച്ചവടത്തിന് പോയാൽ ഇപ്പം നാട്ടുകാരെ കാര്യം ഘട്ടത്തിലാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ പിന്നെ എൻ്റെ കാര്യം ഘട്ടത്തിലാവൂലേ? ഞാൻ പോയില്ലെങ്കിൽ കുട്ടികളെ കാര്യം പെണ്ണുങ്ങളെ കാര്യം അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എൻ്റെ ഒപ്പം വരിക ഇറങ്ങാണ്ട് പൊതു ഖജനാവ് എന്ന ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മളന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഖജാഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചെന്നിട്ട് പറഞ്ഞു,
ഈ അബൂബക്കർ ഇനി കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂബക്കറിൻ്റെ ജീവിതത്തിനുള്ള ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഖജാൻജി പറഞ്ഞു ശരി, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്, ഒരു ദിവസം ഒരാളെ ചെലവ് നമുക്ക് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരാളെ ചെലവ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെന്താ കാറ്റ് മുണുങ്ങി, അത് പറ്റൂലാറുണ്ട്. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്, പറ്റൂലാറുന്നു. പക്ഷേ അവനാനല്ല പറഞ്ഞത്, ഓരക്ക് വേണ്ടി വേറൊരാളാണ് പറയണത്. ഉമർ ഖത്താബാണ് പറയുന്ന ആൾ റളിയല്ലാഹു അൻഹു. ഒരാളത് പറ്റൂലായിരുന്നു. അതിൽ മൂപ്പർ പറഞ്ഞു ശരി, രണ്ടാളത് കൊടുക്കാറുന്നു, ഭാര്യൻ്റെ കൂടെയും കൊടുക്കുക, ബാക്കി വല്ല എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, ഇവിടുന്ന് ഇട്ടൂലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറ്റൂലായിരുന്നു, രണ്ടൊന്നും കൊടുത്താൽ വരെ കുട്ടികൾക്ക് എന്താ കാട്ടി വെച്ചു. അങ്ങനെ ഏതായാലും തായും മേലെയും പറഞ്ഞ് അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണക്കനുസരിച്ച് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അന്ന് വില കുറഞ്ഞ സാധനം ആടാണ് കേട്ടോ, ഒന്നൊക്കെ കണക്ക് കൂട്ടരുത്, ഓ എന്ന് പറയാൻ നിൽക്കണ്ട. അന്ന് എല്ലാ പേരയിലുള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതിയുടെ കതിർ കണ്ട് കൊടുക്കാമെന്ന് തീരുമാനാക്കി. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ചെയ്തു. മഹാനവർകൾ വഫാത്താകുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഭാര്യയുടെ സ്വത്ത് വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്നും പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചിട്ട് മരണപ്പെട്ടു. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഒരു കച്ചവടക്കാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. എന്താ കച്ചവടം? സ്ഥലക്കച്ചവടം, ബ്രോക്കറാണ്. നമ്മൾ കാരണം ഞമ്മക്കേ കച്ചവടം അറിയുള്ളൂ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കച്ചവടമായിരുന്നു. താരീഖ് പഠിച്ചോളി. എന്തിനാ താരീഖ് പഠിക്കണത് അറിയോ? ഈ ചരിത്രം പഠിക്കുന്നതിലൊരു ലക്ഷ്യമുണ്ട്, അതേമാതിരി ആകാനല്ല. അത് ചിലപ്പോൾ നടക്കൂല, അല്ലെങ്കിൽ നടക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്യും, എപ്പോഴും നടന്നോളണമെന്നില്ല. ചരിത്രം പഠിക്കുന്നതിനൊരു രഹസ്യമുണ്ട്. നമ്മളെവിടേക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകാനാണ് ചരിത്രം. നമ്മളെവിടേക്കും നമ്മളിങ്ങനെ ഈ കൊല്ലപ്പോൾ റമദാൻ 30 കിട്ടിയെന്ന് വിചാരിച്ചോളി. ഈ റമദാൻ 30 കിട്ടി, ശനിയാഴ്ചയാണ് പെരുന്നാളായതെന്ന് വിചാരിക്കുക. എന്നാൽ 30ൻ്റെ അന്ന് തറാവീ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയും അൽഹംദുലില്ലാഹ് ഈ കൊല്ലം തറാവീ കിട്ടിയിട്ട് 30ഉം കിട്ടി, ഞാൻ 30 നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്കനങ്ങ് തോന്നും സ്വർഗത്തിൽ ഒരു നിലക്കും സ്ഥലം മതിയാവില്ല കേട്ടോ. കാരണം 30 തറാവിയാണ് നിസ്കരിച്ചിട്ടുണ്ടേ, എന്തായാലും കുറച്ച് വലിപ്പം കൂട്ടേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വന്നപ്പോൾ ഇമാമ് പ്രസംഗിക്കുകയാണ്. മഹാനായ സയ്യിദുനാ സക്കരിയൽ അൻസാറി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 300 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പം മനസ്സിലാവും നമ്മൾ 30 തറാവിയെ ഒടുക്കും എത്തിയിട്ടില്ലാന്ന്. അതിനാണ് താരീഖ്, അതിനാണ് മുൻഗാമികളുടെ താരീഖ് പഠിക്കുക എന്ന് പറയുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിലെ ഏറ്റവും അറിയപ്പെട്ട കച്ചവടക്കാരൻ. ഇതെല്ലോണം പഠിച്ചോളിങ്ങൾ കേട്ടോ. നിന്നോട് കച്ചവടക്കാരെ പറ്റി പറയണമെന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയണത്. ഭൂരിഭാഗം ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കച്ചവടക്കാരായിരിക്കും എന്ന് പോലും മനസ്സിലാക്കിയതായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അല്ലെങ്കിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നമ്മൾ കച്ചവടക്കാരാണ്. ആരെ വിൽക്കാത്തവർ, ആരെ വാങ്ങാത്തവർ? ഇതിലെല്ലാവരും വിൽക്കണവരും എല്ലാവരും വാങ്ങണവരുമാണ്. അതൊരു നിലക്ക് കച്ചവടമാണല്ലോ. കച്ചവടക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടില്ല. സ്വഹാബത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ മനുഷ്യന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ നാട്ടിൽ ദർസുള്ള പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾ വന്നാൽ കമ്മിറ്റിക്കാർ കാട്ടുമല്ലോ, ഈ കുട്ടീനെ എജ്ജു കൊണ്ടേക്കോ, ഈ കുട്ടീനെ എജ്ജു കൊണ്ടേക്കോ. അങ്ങനെ ഉണ്ടായാൽ പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോകും. ആദ്യമൊക്കെ ചിലവ് വരാമെന്ന് പറയും, പിന്നെ അത് സ്വന്തം വരമായിരിക്കും. പിന്നെ ചിലവരേത്ത ഉമ്മാനെ ഉമ്മ എന്ന് വിളിക്കൽ തുടങ്ങും. എൻ്റെ ഡ്രൈവറാണ്, ഓൻ അത്യാവശ്യമായിട്ട് പോകേണ്ടത് വന്നുകൊണ്ട് ചവി വന്നിട്ട് പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിങ്ങനെ ആലോചിച്ചിട്ട് ക്ലാസ് ടൈമ പോകണ്ടെന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി ശ്രദ്ധ പോകാൻ. അങ്ങനെ നമ്മൾ പൊതുവേ ഉള്ളൊരു ഇടപാട് അങ്ങനെയാണ്. ചെറിയൊരു കാരണം കിട്ടിയാൽ മതിയാവും. ഒന്നുമില്ലെങ്കിൽ മൈക്കൊന്ന് കേടെന്നാൽ മതി, അപ്പോൾ എല്ലാവരും ശ്രദ്ധ പോയി. അങ്ങനെയാണ് ഇത്. ഈ നേരത്ത് നിങ്ങളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പിടിച്ചിരുത്തണമെങ്കിൽ രേഷം പണിയുണ്ട്, അതെന്നെ സംഗതി. അവിടെ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ ഒരു അൻസാരിക്ക് കൊടുത്തു, കൊണ്ടുപോയിക്കോ പറഞ്ഞു. ആ അൻസാരി എന്ത് ചെയ്തു അറിയാം? വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ചോറൊക്കെ തിന്ന് കിടക്കാൻ നേരത്ത് മൂപ്പരോട് പറഞ്ഞു, കുട്ടിയെ എനിക്ക് 2 ഈത്തപ്പനത്തോട്ടുണ്ട്, നല്ല കായ്ക്കണ 2 തോട്ടാണ്. ഇത് നേരം വെളുത്താലേ ഇതിൻ്റെ 2 ഈത്തപ്പനത്തോട്ടൊന്ന് കാണണം, എന്നിട്ട് അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പനത്തോട്ടം ഏതാണോ അത് അനക്ക് തരാം, എന്നാൽ പിന്നെ അനക്ക് അയിമോട് സുഖമായിട്ട് കയ്യാലോ. പിന്നെ ഒരു കടന്ന വർത്താനം കൂടിയും പറഞ്ഞു, എനിക്ക് 2 പെണ്ണുങ്ങളുണ്ട്, ഭാര്യമാർ. നാളെ നേരം വെളുക്കുമ്പോൾ 2 ഒന്ന് കാണുക, നല്ല ഇഷ്ടപ്പെട്ടത് ആരേച്ചാൽ ഓക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ട് അനക്കാണ് കെട്ടിച്ചേരാം. ആദ്യകാലമാണ് കേട്ടോ ഇസ്ലാമിൻ്റെ, അനക്കാണ് കെട്ടിച്ചേരാറുണ്ട്. മൂപ്പര് പറഞ്ഞു, എനിക്ക് നിങ്ങളെ പെണ്ണുങ്ങളെയും വേണ്ട, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് വേണ്ടത് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാം. എല്ലാ സ്ഥലത്തും കച്ചവടം കിട്ടൂല, എല്ലായിടത്തൊന്നും കച്ചവടം കിട്ടൂല. കച്ചവടം കിട്ടൂല എന്ന് കണ്ടാൽ എത്ര നേരത്തെ ഷട്ടർ താത്തുന്നോ അത്രയും നഷ്ടം കുറക്കാം. കച്ചവടം നഷ്ടമാണ് എന്ന് മനസ്സിലായാൽ പിന്നെ ഒരു കാരണവശാലും പിടിച്ചിക്കാൻ പറ്റൂല. എത്ര നേരത്തെ അവസാനിപ്പിക്കുന്നോ അത്രയും നഷ്ടം കുറയുന്നുള്ളതാണ്. എല്ലാ സ്ഥലവും കച്ചവടം കിട്ടുന്ന സ്ഥലമല്ല. അതുകൊണ്ട് എനിക്ക് കച്ചവടം കിട്ടുന്ന സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മൂപ്പരെയും കൂട്ടിയിട്ട് അങ്ങാടി പോയിട്ട് പറഞ്ഞു, ഇതാ ഈ ഒരു മൂലൻ്റെ വകയാണ്, ഈ ഒരു മൂല ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും നല്ല കച്ചവടം കാണലുണ്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പരടുത്ത് മക്കത്തുനിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചില്ലറ പൈസ ഉണ്ടായിരുന്നു, അതിന് എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് ആ മൂലൊക്കെ ചെന്നുങ്ങാണ്ട് ടവ്വലാണ് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് സാധനം വെക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കൊടുക്കാനുള്ളതാന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടി പറഞ്ഞു. അത് വാങ്ങി. അത് വിറ്റിങ്ങാണ്ട് വേറൊരു സാധനം വാങ്ങി. പിന്നെ അടുത്തത് വാങ്ങി. അങ്ങനെ അങ്ങോട്ട് കച്ചവടം തുടങ്ങിയിട്ട് മലഞ്ചെരിവ് നിറയെ ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനായി. മുത്തുനബി വഫാത്താവുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ 9 ആൾക്കാരുടെ ഫുള്ള് ചെലവ് നടത്തുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. മക്കത്തുനിന്ന് ഒന്നുമില്ലാതെ അങ്ങോട്ട് വന്നതാണ്. താൻ മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് ഒരുപാട് തോട്ടമുണ്ടല്ലോ, ഒരു തോട്ടം ബാപ്പാൻ്റെ കുട്ടി വിൽക്കണം, എന്നിട്ട് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി പെടുന്നാണ്ടുള്ള കാലം ജീവിക്കാൻ ആവശ്യമായ മുതലിജൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു തോട്ടം വിറ്റ് കിട്ടിയ സമ്പത്ത് ബദറിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മുഴുവൻ കൊടുത്തിട്ട് പൈസ ബാക്കിയുണ്ടായിരുന്നു. അത്രയും വലിയ പൈസക്കാരനായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മാറിയതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമാണ്. കച്ചവടം വിജയിക്കാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഫാത്തിഹ ഓതേണ്ടത് കേട്ടോ. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ വിജയിച്ച ആളുകളെയാണ് തവസ്സുൽ ചെയ്യേണ്ടത്. കച്ചവടത്തിൽ ഏറ്റവും നന്നായി വിജയിച്ച ആൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്ന് നിങ്ങൾ ഓസിക്ക് കിട്ടിയത് വേണ്ടാന്ന് വെച്ചതാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നു എന്നുള്ളതാണ് പരിപാടി. എന്താ ഇല്ലാത്തതിൻ്റെ കാരണം, എന്താ നടക്കാത്തത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായതിൻ്റെ കാരണം ഓസിക്കാണ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാനാണ്ട് അധ്വാനിച്ചോളാം, അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. അങ്ങനെയാണ് കച്ചവടം ചെയ്തതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. BPL കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളിയാകാനല്ലേ അപേക്ഷിക്കേണ്ടത്, ദരിദ്രനാവാൻ അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാൾ നമ്മോട് പറയണം, അന്നെ ഞാൻ പൈസക്കാരെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കാം. അന്നെ ഞാൻ സാധുക്കളുടെ ലിസ്റ്റിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞതിന് അപേക്ഷ കൊടുക്കുന്നതാണ് നമ്മളെ പരാജയത്തിൻ്റെ കാരണം. ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല.